ഹലോ വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ്. അപ്പോൾ ഗുഡ് ഈവനിങ്. അപ്പോൾ ഇന്നത്തെ പോസ്റ്റ് മാർക്കറ്റ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ഇന്ന് പ്രോഫിറ്റബിൾ ഡേ ആയിരുന്നു കരുതുകയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് പതിവ് പോലെ തന്നെ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ലെവൽസും ശേഷം നമ്മുടെ വാച്ച് ലിസ്റ്റിലുള്ള സ്റ്റോക്സും അതിനുശേഷം നമുക്ക് ആളുകളുടെ ഡൗട്ട്സും ക്ലിയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ലെവൽസ് നോക്കുകയാണെങ്കിൽ ഇന്ന് എന്തായിരുന്നു അവസ്ഥ എന്ന് ചോദിച്ചാൽ മാർക്കറ്റ് കുറച്ച് സ്ട്രെങ്ത് കാണിച്ചൊരു ദിവസമായിരുന്നു. അത് ഇൻഡിവിജ്വൽ സ്റ്റോക്സിൽ അത് എത്രമാത്രം വിസിബിൾ ആയതെന്ന് ചോദിച്ചാൽ സംശയമാണ്. ബട്ട് മാർക്കറ്റ് ഇന്നത്തെ ലെവൽസ് എല്ലാം ഹോൾഡ് ചെയ്തു. ഇന്നലത്തെ ലോയിലേക്ക് പോലും മാർക്കറ്റ് എത്തിയില്ല. മാർക്കറ്റ് ഒരു മിഡ് റേഞ്ചിൽ നിന്ന് കളിച്ച് അപ്സൈഡ് പോകാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരുന്നത്. 15 മിനിറ്റിന്റെ ചാർട്ട് എടുത്ത് കാണിച്ചു തരാം. മാർക്കറ്റ് കണ്ടില്ലേ, മാർക്കറ്റ് വളരെയധികം സ്ട്രെങ്ത് കാണിച്ചൊരു ദിവസമായിരുന്നു. ഇപ്പം നാളത്തെ ദിവസമാണെങ്കിലും ഇന്ന് വരച്ച അതേ ലെവൽസ് വാലിഡ് ആയിരിക്കും. അതായത് 26,000 ആൻഡ് 26,290 എന്നുള്ളത് നാളെയും റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാനും സെല്ലിംഗ് സോൺ ആയിട്ട് ആക്ട് ചെയ്യാനും സാധ്യത ഉണ്ടെന്ന് നമുക്ക് ഏകദേശം ഇന്ന് ഉറപ്പിക്കാം. ഓക്കെ, അപ്പൊ ബാങ്ക് നിഫ്റ്റിയും കൂടെ നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റിയും കൂടെ നോക്കിയ ശേഷം നമുക്ക് ഇന്നത്തെ ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ലൂസേഴ്സിനെ കുറിച്ചുള്ള കാര്യങ്ങൾ സംസാരിക്കാം. നിഫ്റ്റി നോക്കുകയാണെങ്കിൽ അവസാനത്തെ 15 മിനിറ്റിൽ തന്നെ നിങ്ങൾ നോക്കിയാൽ മതി. ക്യാൻഡിലുണ്ടായ സ്ട്രെങ്ത് അത്യാവശ്യം നല്ല രീതിയിൽ മാർക്കറ്റ് അപ്സൈഡ് പോകാനുള്ള പൊട്ടൻഷ്യൽ ഇന്ന് കാണിച്ചിട്ടുണ്ട്. ഇന്ന് കൂടുതൽ ഡിമാൻഡ് ഏരിയകളിലേക്ക് വരാതെ ഫസ്റ്റ് തന്നെ ഡിമാൻഡ് ഏരിയ ടാപ്പ് മുന്നേ ടാപ്പ് ചെയ്ത ഏരിയയിൽ നിന്ന് തന്നെ സ്റ്റോക്ക് അപ്സൈഡ് പൊട്ടൻഷ്യൽ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് നിലവിൽ ഇൻഡെക്സ് കാണുന്നത്. അപ്പോൾ നമുക്ക് നാളെയും ഇതേ ലെവൽസ് നമുക്ക് കീപ്പ് ചെയ്യണം. നാളെ ഈ ഒരു ഹൈ കൂടെ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് കണക്കാക്കേണ്ടി വരും. കാര്യം മാർക്കറ്റ് ഇന്ന് ആ ഒരു ഏരിയ ടച്ച് ചെയ്തിട്ടില്ല. നാളെ ഈ ലിക്വിഡിറ്റി എടുക്കാനായിട്ടുള്ള ഒരു ശ്രമം നടത്താൻ സാധ്യതയുണ്ട്. ഓക്കെ, ഈ ഒരു ലിക്വിഡിറ്റി എടുത്ത് അപ്സൈഡ് പോകാനുള്ള ഒരു ചാൻസ് മാർക്കറ്റ് നിലവിലുണ്ട്. ഓക്കെ, അപ്പൊ ഓവറോൾ മാർക്കറ്റിൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ട് SBI ലൈഫ് ഇൻഷുറൻസും ഗ്രാസിമും ഭാരതി എയർടെലും റിലയൻസും ഉണ്ട്. റിലയൻസിന്റെ കാര്യം നമ്മൾ ഇന്ന് രാവിലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. റിലയൻസിന്റെ ചാർട്ട് നമ്മൾ ഇന്ന് രാവിലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്ന് മാർക്കറ്റ് പെർഫോം ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പൊ ഡേ ചാർട്ടുകൾക്ക് നോക്കാം. ഡേ ചാർട്ട് നോക്കുകയാണെങ്കിൽ ഒബ്വിയസ്ലി ഇന്ന് നമ്മൾ പറഞ്ഞിരുന്നു ഇന്നൊരു ലെവലിൽ സ്ട്രോങ് ബൈയിങ് ഉണ്ടാവാനുള്ള സാധ്യത നമ്മൾ രാവിലത്തെ അനലൈസ് കണ്ട ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലെ. നല്ല രീതിയിൽ മാർക്കറ്റ് അപ്സൈഡ് പോയിട്ടുണ്ട്. ഇന്നൊരു 1481 സ്ട്രോങ് ക്ലോസിംഗ് ആണ്. അതായത് ഈ ഒരു റെഡ് ക്യാൻഡിലിന്റെ മുകളിൽ മാർക്കറ്റ് ഇന്ന് ക്ലോസ് ചെയ്തു എന്നുള്ളതാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യം. വരുന്ന ദിവസങ്ങളിൽ ഒരു 1550 എന്നുള്ള റേഞ്ചിലേക്ക് സ്റ്റോക്ക് പോകാൻ സാധ്യതയുണ്ടെന്നാണ് ഈ ഒരു ടെക്നിക്കൽ അനാലിസിസ് നോക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവുന്നത് അല്ലെ. അപ്പോൾ കുറച്ച് പേര് കുറച്ച് സ്റ്റോക്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിലൊന്ന് അബ്ബർ ഇൻഡസ്ട്രീസ് ആണ്. അപ്പോൾ അബ്ബറിന്റെ ചാർട്ട് നമുക്ക് നോക്കാം. അപ്പം അബ്ബർ ഇൻഡസ്ട്രിയുടെ ചാർട്ട് നോക്കുകയാണെങ്കിൽ ടോട്ടലി പോസിറ്റീവ് ആയിട്ടുള്ള ചാർട്ട് നമുക്ക് കാണാം. പറയുകയാണെങ്കിൽ കുറച്ച് പ്രൈസ് കൂടുതലുള്ള സ്റ്റോക്കാണ്. ബട്ട് ചാർട്ട് നോക്കുകയാണെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചാർട്ടുണ്ട്. ഒരു ചെറിയ കൺസോൾട്ടേഷൻ, ഒരു മൂവ്മെന്റിന് മുന്നേ ഉള്ള കൺസോൾട്ടേഷൻ ആയിട്ടുള്ള ഒരു ഫീൽ ഉണ്ട്. അപ്പോൾ റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ തന്നെ ഒരു ഹൈ ഈ ഒരു റെസിസ്റ്റൻസിലേക്ക്, അതായത് 11,773 എന്ന റെസിസ്റ്റൻസിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തുകയാണ്. ആൻഡ് ടെക്നിക്കലി ഇവിടെ ഒരു ചെറിയ സ്മോൾ ട്രെൻഡ് ലൈനും ഇവിടെ വിസിബിൾ ആണ് അല്ലെ. മാർക്കറ്റ് ഇന്നത്തെ ദിവസം നോക്കുകയാണെങ്കിൽ ഇന്ന് കഴിഞ്ഞ 5 ദിവസത്തെ ക്യാൻഡിലിന്റെ ഹൈ ബ്രേക്ക് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. ഈ ഒരു മദർ ക്യാൻഡിലിന്റെ ഉള്ളിലാണ് മാർക്കറ്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലെ. ആൻഡ് ഇന്ന് ആ ഒരു മദർ ക്യാൻഡിൽ ബ്രേക്ക് ചെയ്ത് അപ്സൈഡ് പോയിട്ടുണ്ട്. നമുക്കൊരു കുറച്ച് ദിവസത്തേക്ക് ഒരു മൊമെന്റം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അബ്ബർ ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്കിൽ. എല്ലാവർക്കും വാച്ച് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ് അബ്ബർ ഇൻഡസ്ട്രീസ്. ഇന്നിപ്പോൾ നമ്മൾ ഒരാൾ ഡൗട്ട് ചോദിച്ചിരുന്ന സ്റ്റോക്കാണ്. ബട്ട് എന്തായാലും വളരെ നല്ലൊരു ചോയ്സ് ആണെന്ന് തോന്നി. കാര്യം അത്യാവശ്യം നല്ലൊരു പ്രൈസ് ആക്ഷൻ നമുക്കിവിടെ കാണുന്നുണ്ട്. ആൻഡ് മാർക്കറ്റ് പ്രൈസിന്റെ വോളിയം നോക്കുവാണെങ്കിലും ഈ ഒരു സെല്ലിംഗ് ക്യാൻഡിലൊന്നും അത്ര വലിയ വോളിയം വലുതായിട്ട് ഇൻക്രീസ്ഡ് അല്ല. മാർക്കറ്റ് ഓവറോൾ നോക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു ചാർട്ട് നമുക്ക് അബ്ബർ ഇൻഡസ്ട്രീസിൽ കാണാൻ കഴിയും. ഇപ്പൊ മാർക്കറ്റ് ഈ ഒരു സെല്ലിംഗ് ലെവൽസിലേക്ക് ടെസ്റ്റ് പോകാനുള്ള ഒരു സാധ്യത നമുക്കിവിടെ കാണാം. അടുത്ത വേറൊരാൾ ചോദിച്ചിരുന്ന സ്റ്റോക്ക് MSCTC ആണ്. ഈ സ്റ്റോക്ക് തന്നെയാണ് MSTC ലിമിറ്റഡ്. MSTC ലിമിറ്റഡ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം അതുപോലെ അബ്ബർ ഇൻഡസ്ട്രീസ് പോലെ തന്നെ സിമിലർ ആയിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. സ്റ്റോക്ക് മെയിൻലി സപ്ലൈ അടിച്ച് നിൽക്കുന്ന റേഞ്ച് 553 അല്ലെ 553 to 555 എന്നുള്ള റേഞ്ചിൽ മാർക്കറ്റ് സപ്ലൈ അടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ 4 അവർ ചാർട്ട് കാണിച്ചു തരാം. 4 അവർ ചാർട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് ഒരു മൂവ്മെന്റ് ഞങ്ങൾക്ക് കാണാൻ കഴിയും. അതായത് ഇത്രയും ഒരു ഡൗൺ സൈഡ് മാർക്കറ്റ് തന്നിട്ടുണ്ടായിരുന്നു. ഡൗൺ സൈഡ് തന്ന ശേഷം മാർക്കറ്റ് 460 എന്നുള്ള റേഞ്ചിൽ മാർക്കറ്റ് ബയേഴ്സിന്റെ പ്രസൻസോട് കൂടി അപ്സൈഡ് പോയി. ആൻഡ് അതിനുശേഷം 550 എന്നുള്ള റേഞ്ചിൽ പല തവണയായിട്ട് മാർക്കറ്റ് ടെസ്റ്റ് ചെയ്ത് ഈ ഏരിയയിൽ ഹോൾഡ് ചെയ്യുകയാണ് അല്ലെ. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രൈസ് ആക്ഷൻ പ്രകാരം നമ്മൾ ഇവിടെയും കൂടെ കുറച്ച് സൂക്ഷ്മമായിട്ട് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് എന്താണ് ഇവിടെ ചെയ്യുന്നത്? മാർക്കറ്റ് ഇവിടെ നിന്ന്
ഒരു എന്താ പറയുക, ഒരു മോർണിംഗ് സ്റ്റാർ ക്യാൻഡിൽ പാറ്റേൺ പോലെ ഒരു പാറ്റേൺ തന്നാണ് അപ്സൈഡ് പോയിരിക്കുന്നത്. ആൻഡ് വളരെ സ്പെസിഫിക് ആയിട്ട് ഒരു 4 hour ക്യാൻഡിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അറിയാം, ഈ 4 hour ക്യാൻഡിലിന്റെ ബുള്ളിഷ് ക്യാൻഡിൽ ഉണ്ടല്ലോ, ഈ ഒരു ഹൈ, ഈ ഒരു ക്യാൻഡിലിന്റെ ഹൈ ബ്രേക്ക് ചെയ്യാനുള്ള ശ്രമമാണ് മാർക്കറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ. ഈ ഒരു ക്യാൻഡിലിന്റെ ഹൈക്ക് ആ ഒരു റേഞ്ചിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ 4 hour നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് ഈ സ്റ്റോക്ക് ഒരു മീഡിയം ടേം ബ്രേക്ക് ഔട്ട് അല്ലെങ്കിൽ ഒരു ബയേഴ്സിന്റെ ഒരു അർജൻസി നമുക്ക് ഇതിൽ കാണാൻ കഴിയും. സോ എന്തായാലും ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 550 എന്നുള്ള റേഞ്ച് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ എത്ര % മൂവ് നമുക്ക് പ്രതീക്ഷിക്കാം? ഒരു 8 to 10% മൂവ്മെന്റ് പെൻഡിങ് ആണെന്നുള്ളൊരു കാര്യം ഏകദേശം ഉറപ്പാണ് MSTC എന്നുള്ള സ്റ്റോക്കിൽ. സോ എല്ലാവരും വരുന്ന ദിവസങ്ങളിൽ ഈ സ്റ്റോക്ക് ഒന്ന് വാച്ച് ചെയ്യുക. 4 hour ഇട്ട് നോക്കുമ്പോഴത്തേക്ക് എനിക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ പ്രൈസ് ആക്ഷൻ സൂക്ഷ്മമായിട്ട് വാച്ച് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇതിലൊരു ബയേഴ്സിന്റെ ഒരു പ്രസൻസ് വിസിബിളി ഉണ്ട്. ഇപ്പൊ ഇതിന്റെ ക്യാൻഡിൽ സ്റ്റിക്സ് ഒക്കെ ഒരു മൈനർ ടൈം ഫ്രെയിമിൽ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവുന്നത് ഒരു 511 അല്ലെ 500, നമുക്കൊരു 500 റൗണ്ട് ഫിഗർ ഇടാം. ഒരു 500-ന് താഴെ ഈ സ്റ്റോക്ക് വരുന്ന ദിവസങ്ങളിൽ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ ഒരു ബ്രേക്ക് ഔട്ടിന് സാധ്യതയുണ്ട്. മിനിമം 10 to 20% മൂവ്മെന്റ് MSTC എന്നുള്ള സ്റ്റോക്കിൽ പെൻഡിങ് ആയിട്ട് കുഴപ്പമുണ്ട് എന്നാണ് എനിക്കൊരു പ്രൈസ് ആക്ഷൻ വാച്ച് ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ 2 സ്റ്റോക്സ് ആയിരിക്കും ഇന്ന് എന്താ പറയുക, വളരെ ആളുകൾ ഡൗട്ട് ചോദിച്ച സ്റ്റോക്കാണ്. ബട്ട് നമ്മൾ പഠിച്ചപ്പോഴത്തേക്കും കുറച്ചും കൂടെ ബെറ്റർ സാധ്യതകൾ ഈ 2 സ്റ്റോക്കിനുണ്ടെന്ന് തോന്നി. സോ എല്ലാവരും ഈ സ്റ്റോക്ക് ഒന്ന് വാച്ച് ലിസ്റ്റിൽ ഇടുക. ഓക്കെ, അപ്പോൾ ഇന്നെന്തായാലും ഞാൻ ഇന്നത്തെ സെഷൻ ഈ ഒരു രീതിയിൽ അവസാനിപ്പിക്കുകയാണ്. അപ്പം നാളെ തൊട്ട്, അപ്പം ഇന്നത്തെ ദിവസം കഴിഞ്ഞു, ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ നമുക്ക് നല്ല രീതിയിൽ പോസ്റ്റ് മാർക്കറ്റ് സെഷൻ എടുക്കാം. പുതിയ സ്റ്റോക്സ് കൂടുതൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ താങ്ക് യു.